നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഭീഷ്മർ അംബയുടെ കാര്യം ദുര്യോധനോട് പറയുന്ന സന്ദർഭത്തിലാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നിർത്തിയത്. അപ്പോ ശാല്യരാജാവിനെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭീഷ്മർ അംബയെ ശാല്യരാജാവിന്റെ അടുത്തേക്ക് വിട്ടു. എന്നാൽ ഭീഷ്മർ കൈപിടിച്ചു കൊണ്ടുപോയ സ്ത്രീയാണ് അംബ പറഞ്ഞ് ശാല്യരാജാവ് അവളെ നിഷ്കരുണം തള്ളിക്കളഞ്ഞു. അപ്പൊ അവള് തിരിച്ചു വീണ്ടും ഭീഷ്മരുടെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം താൻ ബ്രഹ്മചാരിയാണ്, ഒരിക്കലും തനിക്ക് അവളെ സ്വീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവളെ നിഷ്കരണം തള്ളിപ്പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോഴത്തേക്ക് കോപാകുലയായി തീർന്നു അംബ. തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഇട്ട് നടത്തി തന്റെ ജീവിതം തന്നെ നശിപ്പിച്ചവരാണ് ശാല്യരാജാവും അതെ, ഭീഷ്മരും അതെ. ഭീഷ്മരാണ് ഇതിന് പ്രധാന കാരണക്കാരൻ. തന്നെ രഥത്തിൽ കയറ്റി അയാളുടെ അനുജന് വേണ്ടിയിട്ട് പിടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോ ഭീഷ്മരാണ് ഇതിന്റെ പ്രധാന കാരണക്കാരൻ. അപ്പൊ അവൾ ഒരു പ്രതിജ്ഞ ചെയ്തു, എത്ര ജന്മം എടുക്കേണ്ടി വന്നാലും അവൾ മുഖേന ഭീഷ്മരെ വധിക്കണം. ഭീഷ്മരെ വധിക്കുക എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അതിന് എത്ര കഷ്ടപ്പാട് സഹിക്കാനും അംബ തയ്യാറായിരുന്നു. അവൾ നേരെ വനത്തിലേക്ക് പോയി അവിടെ കുറെ മുനിമാരെ കണ്ടപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ തപസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ മുനിമാർ അവളുടെ അച്ഛനായ കാശി രാജാവിന്റെ അടുത്തേക്ക് പോകുന്നതിന് അവളെ പ്രേരിപ്പിച്ചു. എന്നാൽ അവൾ അതിന് വഴിപ്പെട്ടില്ല. പിന്നീട് മുനിമാരുടെ നിർദ്ദേശം അനുസരിച്ച് അവൾ പരശുരാമനെ ശരണം പ്രാപിച്ചു. അതായത് ഭീഷ്മരുടെ ഗുരുവാണ് പരശുരാമൻ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഞാൻ കാശി രാജാവിന്റെ പുത്രിയാണ് എന്നൊക്കെ പരശുരാമനോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൃപാകടാക്ഷങ്ങൾക്ക് വേണ്ടി വന്നതാണെന്നും പറഞ്ഞു. അപ്പൊ അവളോട് ദയ തോന്നി പരശുരാമൻ പറഞ്ഞു, ഹേ രാജനന്ദിനി, നീ എന്തിനാണ്, നിന്റെ കാരണം എന്താണ്, നീ എന്തിനാണ് എന്നെ കാണാൻ വന്നത്? ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത്? നിന്റെ ആഗ്രഹം എന്തായാലും അത് ഞാൻ നടത്തിത്തരും. അംബ തന്റെ ദുരന്ത കഥയെല്ലാം വിശദമായി പരശുരാമനെ ധരിപ്പിച്ചു. അപ്പോ അംബയിൽ അളവറ്റ സഹതാപം തോന്നിയ ഭൃഗുനന്ദൻ പറഞ്ഞു, മകളെ ഇത്രയുള്ളോ, സാരമില്ല, നിന്നെ ഞാൻ ഭീഷ്മരുടെ അടുത്തേക്ക് പറഞ്ഞയക്കാം. ഞാൻ പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞാൽ അവൻ നിന്നെ തള്ളുകയില്ല. അവൻ എന്റെ ശിഷ്യനാണ്. അതല്ല, ശാല്യന്റെ അടുത്തേക്ക് ചെന്ന് നീ പോവാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൻ നിന്നെ സ്വീകരിക്കാൻ വേണ്ടുന്ന ഏർപ്പാടുകളും ഞാൻ ചെയ്യാം. അപ്പൊ അമ്മ പറഞ്ഞു, മഹാരാജാവ്, എന്നെ നിഷ്കരുണം തള്ളിക്കളഞ്ഞ ശാല്യന്റെ അടുത്തേക്ക് ഞാൻ പോവുകയില്ല. എന്റെ ദുഃഖത്തിന് കാരണക്കാരൻ ഭീഷ്മനാണ്. ഭവാൻ ഭീഷ്മനെ കൊല്ലണം. അവന്റെ മരണമാണ് ഞാൻ കാക്ഷിക്കുന്നത്. തന്നെ കൊല്ലണമെന്ന് അംബ ആവശ്യപ്പെട്ടപ്പോൾ അനുനയ വാക്കുകൾ കൊണ്ട് അവളെ പാട്ടിലാക്കി എന്റെ അടുത്തേക്ക് അയക്കുന്നതിന് പരശുരാമൻ പരിശ്രമിച്ചെങ്കിലും എന്നെ കൊല്ലണമെന്നുള്ള ഒരേ പിടിവാശിയുമായി അംബ നിലകൊണ്ടു. അവൾ പറഞ്ഞു, ഭവാൻ എനിക്ക് പ്രിയം ചെയ്യാൻ വിചാരിക്കുന്നുവെങ്കിൽ ഭീഷ്മരെ പോരിൽ കൊല്ലുക. അങ്ങന്റെ ആഗ്രഹം നടത്തിത്തരാമെന്ന് പ്രതിജ്ഞ ചെയ്തതല്ലേ? ഭീഷ്മരെ കൊല്ലുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അങ്ങയുടെ പ്രതിജ്ഞ അങ്ങ് നിറവേറ്റു. അംബയ്ക്ക് നൽകിയ വാക്കു പാലിക്കാൻ വേണ്ടിയിട്ട് ഭാർഗവരാമൻ നിർബന്ധിതനായി. അദ്ദേഹം അംബയും കൂട്ടി കുരുക്ഷേത്രത്തിലെത്തി. സരസ്വതി ക്ഷേത്രത്തിൽ താമസിച്ചുകൊണ്ട് താൻ ഇവിടെ താമസിക്കുന്നുവെന്നും തന്റെ ഇഷ്ടം സാധിച്ചു തരണമെന്നുള്ള സന്ദേശവുമായി ഒരു ദൂതനെ ഭീഷ്മരുടെ അടുത്തേക്ക് അയച്ചു. അപ്പോ പരശുരാമൻ തന്റെ രാജ്യാതിർത്തിക്കുള്ളിൽ എത്തിയ വിവരം അറിഞ്ഞുടൻ തന്നെ ഭീഷ്മർ പരിവാരങ്ങളോടുകൂടി അവിടെ പോയി അദ്ദേഹത്തെ സ്വീകരിച്ചു. അപ്പൊ പരശുരാമൻ തന്നെ ഭീഷ്മരോട് ചോദിച്ചു, നീ എന്ത് വിചാരിച്ചാണ് ഈ കാശി രാജപുത്രിയെ കൂട്ടിക്കൊണ്ടു പോകുന്നതും പിന്നീട് വിട്ടയച്ചതും? യശസ്വിയായ അവൾ നീ മൂലം ധർമ്മഭ്രംശത്തിലായിരിക്കുന്നു. അതുകൊണ്ട് നീ ഇവളെ കൈക്കൊള്ളുക. ഗുരു, ഇവളെ സ്വീകരിക്കാൻ നിവർത്തിയില്ല എന്ന് ഭീഷ്മർ അറിയിച്ചു. അപ്പോ പരശുരാമൻ ക്ഷിപ്രകോപിയാണ്. അദ്ദേഹം ആക്രോശിച്ചു, എന്റെ വാക്കുകൾ അനുസരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. അങ്ങ് എന്തിനാണ് കോപിക്കുന്നത്? ഞാൻ ഭവാന്റെ ശിഷ്യനല്ലേ എന്ന് ഭീഷ്മർ തിരിച്ചു പറഞ്ഞു. വളരെ വിനയത്തോടെ പറഞ്ഞ ഭീഷ്മരുടെ വാക്ക് കേട്ടപ്പോൾ പരശുരാമൻ പറഞ്ഞു, നീ എന്റെ ശിഷ്യനാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. എന്റെ പ്രീതിക്ക് വേണ്ടി നീ ഇവളെ സ്വീകരിക്കണം. അദ്ദേഹത്തിന്റെ നിർബന്ധ ബുദ്ധി ഭീഷ്മർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങ് പറയുന്ന കാര്യം നടപ്പാകുകയില്ല എന്നാണ് ഭീഷ്മർ അതിന് മറുപടി പറഞ്ഞത്.
കാര്യാകാര്യങ്ങൾ ഓർക്കാതെ ദുർമാർഗത്തിൽ ചരിപ്പവൻ ഗർവിഷ്ഠൻ ഗുരുവായാലും പരിത്യാഗത്തിന് അർഹനം എന്നാണ്. അതായത് കാര്യകാര്യങ്ങളൊന്നും ഓർമ്മിക്കാതെ ദുർമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവൻ ഗർവിഷ്ഠനായിട്ടുള്ള അഹങ്കാരിയായിട്ടുള്ള അയാൾ ഗുരുവായാലും അയാളെ ഉപേക്ഷിക്കണം എന്നാണ് വലിയ മഹദ്വാക്യം. അപ്പൊ ഇങ്ങനെ പുരാണത്തിൽ പറയുന്നത് കൊണ്ട് അങ്ങ് എന്റെ ഗുരുവായതുകൊണ്ട് ഞാൻ മാനിച്ചു, പോരിന് നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ അതിനും തയ്യാറാണ്. ക്ഷത്രിയ വംശത്തെ ഒടുക്കിയെന്ന ഖാദിയാണ് അങ്ങേക്കുള്ളത്. എന്നാൽ അന്ന് ഭീഷ്മർ ജനിച്ചിട്ടില്ലെന്ന് ഓർമ്മിക്കുക. ഇപ്പോൾ എന്നോട് പൊരുതിയാൽ അങ്ങയുടെ ഗർവമൊക്കെ ഞാൻ ശമിപ്പിക്കും എന്നാണ്. അടുത്ത ദിവസം ഭീഷ്മരും പരശുരാമനും കുരുക്ഷേത്രത്തിൽ ഏറ്റുമുട്ടി. 23 ദിവസമാണ് രണ്ടുപേരും തമ്മിൽ യുദ്ധം നടന്നത്. രാത്രിയിൽ യുദ്ധം നിഷിദ്ധമാകയാൽ പകൽ മാത്രമായിരുന്നു പോരാടുന്നത്. അപ്പൊ പഴയ കാലത്തെ യുദ്ധങ്ങൾക്കൊക്കെ ചില നിയമങ്ങളും പരിധിയൊക്കെ വെച്ചിരുന്നു. രാത്രിയിൽ യുദ്ധം പാടില്ല, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ യുദ്ധം പാടില്ല, സൂര്യൻ ഉദിച്ചതിന് ശേഷമേ യുദ്ധം പാടുള്ളൂ. അപ്പൊ അങ്ങനെ കുറച്ച് രീതികളും മര്യാദകളും യുദ്ധങ്ങൾക്കുണ്ട്. അപ്പൊ ഇവിടെ പരശുരാമനും ഭീഷ്മരും തമ്മിൽ യുദ്ധം നടന്നപ്പോഴും അങ്ങനെ തന്നെ രാത്രിയിൽ യുദ്ധം ചെയ്യില്ല, പകല് രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം. അപ്പോ ആ യുദ്ധ മര്യാദകൾ അനുസരിച്ച് രണ്ടുപേരും 23 ദിവസം യുദ്ധം ചെയ്തു. രണ്ടിൽ ഒരാൾ പെട്ടെന്ന് ജയിക്കുന്ന പോലെ പറ്റും, എന്നാൽ പുള്ളി ജയിക്കത്തില്ല. പരശുരാമന് ജയിക്കുന്ന ഒരവസ്ഥ വരെ വരും, പക്ഷെ ജയിക്കത്തില്ല. ഇതിനിടയ്ക്ക് ഒരാൾ മോഹാലസ്യപ്പെട്ടു വീഴും, അടുത്ത ആള് മോഹാലസ്യപ്പെട്ടു വീഴും. ഇങ്ങനെ നിരന്തരം രണ്ടുപേരും തമ്മിൽ ഘോരമായ യുദ്ധം ഉണ്ടായി. ഈ യുദ്ധം കണ്ട് ദേവന്മാരൊക്കെ ആകാശമാർഗത്തിൽ വന്നത് അവരൊക്കെ അത്ഭുതപ്പെട്ടു. ഇവര് രണ്ടുപേരും പരസ്പരം യുദ്ധം ചെയ്യുന്ന അല്ലാതെ ഒരാളിന് വിജയമോ ഒരാളിന് തോൽവിയോ സംഭവിക്കുന്നില്ല. ദേവന്മാരും ഗന്ധർവന്മാരും മുനിമാരും കിന്നരന്മാരും എല്ലാം ആകാശദേശത്ത് വന്ന് നിന്ന് യുദ്ധം കാണുകയാണ്. അപ്പൊ ഇതിങ്ങനെ നീണ്ടു പോയാൽ എന്തായിരിക്കും അവസാനം? അതുകൊണ്ട് അവര് പരശുരാമന്റെ അടുത്തേക്ക് വന്ന് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഭീഷ്മർ അഷ്ടവസുക്കളിൽ ഒരുവനാണ്. അവന്റെ കാലം അവസാനിക്കാറായിട്ടില്ല. പാണ്ഡവ ശ്രേഷ്ഠനും ശക്തനും ശക്രനന്ദനനുമായി സവ്യസാചി എന്ന് പേര് കേട്ട ഒരു പോരാളി ജനിക്കും. അവൻ ഭീഷ്മന്റെ അന്തകനാകും. നീ ഇപ്പോൾ പരിശ്രമിച്ചിട്ട് യാതൊരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല, ആകയാൽ യുദ്ധം നിർത്തൂ എന്ന് പറഞ്ഞു. എന്നാൽ പരശുരാമൻ അവരുടെ നിർദ്ദേശം തള്ളിക്കളഞ്ഞു. ഞാൻ ഒരിക്കലും പോരിൽ നിന്ന് പിന്മാറത്തില്ല, ഭീഷ്മരെ പിന്തിരിപ്പിക്കൂ. അപ്പൊ ദേവന്മാർ ഭീഷ്മരുടെ അടുത്തേക്ക് വന്നു. കൂടെ നാരദ മഹർഷിയും ഉണ്ടായിരുന്നു, ഭീഷ്മരുടെ അമ്മയായ ഗംഗാദേവിയും ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു, യുദ്ധത്തിൽ നിന്ന് പിന്മാറണം. ഭയം, ക്രോധം, ദ്രവ്യലാഭം, കാമം എന്നിവ കൊണ്ട് ഞാൻ എൻ്റെ ക്ഷാത്രധർമ്മം വെടിയുകയില്ല, പോരിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഭീഷ്മർ തീർത്തു പറഞ്ഞു. താപസന്മാരും ഗംഗാദേവിയും നാരദരും മറ്റും വീണ്ടും പരശുരാമനെ സമീപിച്ചു. ഹേ ദ്വിജോത്തമ, ബ്രാഹ്മണരുടെ ഹൃദയം വെണ്ണ പോലെ മൃദുലമാണ്, അങ്ങ് ഉത്തമ ബ്രാഹ്മണനല്ലേ, അങ്ങ് യുദ്ധം നിർത്തൂ. അവർ വളരെയേറെ നിർബന്ധിച്ച് ഭാർഗവരാമനെ കൊണ്ട് ശസ്ത്രം വേപ്പിച്ചു. അപ്പോൾ മുറിവേറ്റ് ക്ഷീണിതനായ ഭീഷ്മർ ഭാർഗവരാമന്റെ മുമ്പിൽ ചെന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. പരശുരാമന്റെ കോപം അടങ്ങി. അദ്ദേഹം ഭീഷ്മരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു, ആശ്ലേഷിച്ചു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭീഷ്മ, നിന്നെ പോലെയുള്ള ക്ഷത്രിയന്മാർ ഈ ലോകത്തിലില്ല. പോരിൽ നീ എന്നെ സന്തുഷ്ടനാക്കി. നിന്നെ പോലെ ഒരു പോരാളി ഈ ലോകത്തില്ല, നീ എന്നെ പോരിൽ സന്തുഷ്ടനാക്കി. പരശുരാമൻ അമ്പയെ വിളിച്ചരികിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഭദ്രേ, ഭീഷ്മർ അജയ്യനാണ്, എനിക്ക് അവനെ പോരിൽ ജയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നീ തന്നെ ഭീഷ്മരെ ആശ്രയിക്കുക, വേറെ ഗതിയൊന്നും നിനക്ക് ഞാൻ കാണുന്നില്ല. ഭവാൻ എന്റെ കാര്യത്തിൽ ഉപേക്ഷ കാണിച്ചില്ല. അപ്പം അമ്പ പറഞ്ഞു, എന്റെ കാര്യത്തിൽ ഉപേക്ഷ ഒന്നും വിചാരിച്ചില്ല, പക്ഷേ ഞാൻ ഭീഷ്മരെ ആശ്രയിക്കുകയില്ല. അവൻ മനുഷ്യാധമനാണ്, അവനെ ഞാൻ പോരിൽ വീഴ്ത്തും. അതിന് എവിടെ ചെന്ന് ആശ്രയിക്കാൻ സാധിക്കുന്നുവോ അവിടേക്ക് ഞാൻ പോവുകയാണ്. രോഷാകുലയ ഇത്രയും പറഞ്ഞിട്ട് അമ്പ വീണ്ടും തപസ് ചെയ്യാനായിട്ട് പോയി. അമ്പയുടെ തപസ് ഉഗ്രമായിരുന്നു.
അവൾ ഒറ്റ കാലിൽ നിന്ന് ചിലപ്പോൾ കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ ഭക്ഷിച്ച്, ചിലപ്പോൾ വായു മാത്രം ഭക്ഷിച്ച് കഠിനമായി 12 സംവത്സരങ്ങൾ തപസ് ചെയ്തു. അവസാനം പരമശിവൻ അവളിൽ പ്രീതനായി അവളിൽ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. അവൾക്ക് ഒറ്റ വരമാണ് വേണ്ടിയിരുന്നത്, എനിക്ക് ഭീഷ്മരെ കൊല്ലണം, അതിനനുഗ്രഹിക്കണം. നീ ദ്രുപദ മഹാരാജാവിന്റെ പുത്രിയായി ജനിക്കും. ഒട്ടുനാൾ കഴിഞ്ഞ് നീ പുരുഷനായി തീരും. അപ്പോൾ നീ മൂലമായി ഭീഷ്മർ മരിക്കും. അങ്ങനെ പരമശിവൻ അവരെ അനുഗ്രഹിച്ചു. അവൾക്ക് ദ്രുപദന്റെ മകളായി ജനിക്കാൻ ധൃതിയായി. വിറക് പെറുക്കി അടുക്കി ചിതയുണ്ടാക്കി തീ കൊളുത്തി. തീ ആളിക്കത്തിയപ്പോൾ തീഷ്ണമായ കോപത്തോടെ ഭീഷ്മഹിംസയ്ക്കായി എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്തു. അപ്പൊ ഈ സമയത്ത് ദ്രുപദ രാജാവ് ഒരു പുത്രന് വേണ്ടി പരമശിവനെ തപസ് ചെയ്യുന്ന കാലമായിരുന്നു. അപ്പൊ രുദ്രൻ പ്രത്യക്ഷപ്പെട്ട് നിനക്ക് കന്യകയായ ഒരു പുത്രൻ ജനിക്കുമെന്ന് വരം കൊടുത്തു. അങ്ങനെ ദ്രുപദന്റെ രാജ്ഞി ഗർഭിണിയായി പ്രസവിച്ചു, പെൺകുഞ്ഞായിരുന്നു. അപ്പോ ആ പുറത്ത് വിവരം പറയാതെ രാജ്ഞി പ്രസവിച്ചത് ആൺകുഞ്ഞാണെന്ന് പറഞ്ഞ് ആൺകുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെ കുട്ടിയെ വളർത്തി. അങ്ങനെ വളർത്തി കഴിഞ്ഞപ്പോൾ ഈ മകൾക്ക് ശിഖണ്ഡി എന്ന് പേരിട്ടു. ശിഖണ്ഡിക്ക് വിവാഹപ്രായമായി. വിവാഹം നടത്താൻ ദ്രുപദൻ തീരുമാനിച്ചു. ദശാർണ രാജാവിന്റെ പുത്രിയെ ശിഖണ്ഡി വിവാഹം കഴിച്ചു. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ രാജകുമാരിക്ക് മനസ്സിലായി തന്റെ ഭർത്താവായിട്ട് വന്നിട്ടുള്ളത് ഒരു പെണ്ണാണ്, ശിഖണ്ഡി പെണ്ണാണെന്ന്. അവള് അച്ഛനെ വിവരം അറിയിച്ചു. അപ്പോ ദശാർണ രാജാവിനോട് യുദ്ധം ചെയ്യാൻ ദ്രുപദ രാജാവിന് കഴിവില്ല, പറ്റിച്ചതല്ലേ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് വലിയ വിഷയമായി തീരും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ദശാർണ രാജാവിനെ പോരിൽ തോൽപ്പിക്കാൻ ദ്രുപദനാവില്ല. ദ്രുപദനൻ രാജ്ഞിയോട് വിവരം പറഞ്ഞപ്പോ രാജ്ഞി പറഞ്ഞു, ഭഗവാനല്ലേ പറഞ്ഞത് അവൻ പുരുഷനാണെന്ന്, അതുകൊണ്ട് അങ്ങ് ഭഗവാനെ തന്നെ അഭയം തേടൂ, ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കൂ. അങ്ങനെ ദ്രുപദൻ ദിവസവും ഭഗവാനെ പൂജിക്കാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് രാജകുമാരിക്ക് താൻ കാരണമാണ് അച്ഛനും അമ്മയും വിഷമിക്കുന്നതെന്ന് മനസ്സിലാക്കി പ്രാണത്യാഗം ചെയ്തു കളയാം, മരിച്ചു കളയാമെന്ന് വിചാരിച്ച് ശിഖണ്ഡി നേരെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഒളിച്ചോടി ഒരു കാട്ടിലെത്തി. അവിടെ ഒരു വീട് കണ്ടു. അവിടെ സ്ഥൂണകർണൻ എന്ന പേരുള്ള ഒരു യക്ഷന്റെ വീടായിരുന്നു. ആരും ആ വനത്തിനകത്ത് കയറി പോവില്ല. പക്ഷേ ഇവളിതൊന്നും അറിയാതെ സ്ഥൂലകർണന്റെ കൊട്ടാരത്തിലെത്തി. അവിടെ ചെന്നപ്പോ സ്ഥൂലകർണൻ കാര്യം ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ കാര്യം നിനക്ക് നടത്തി തരാൻ പറ്റില്ല, അതെന്താണെന്ന് അറിയട്ടെ, അറിഞ്ഞാലല്ലേ നടത്തി തരാൻ പറ്റുമോ ഇല്ലെന്ന് അറിയുന്നത്. അങ്ങനെ സ്ഥൂലകർണൻ എന്ന് പറയുന്ന യക്ഷനോട് ശിഖണ്ഡി തന്റെ ദുഃഖം അറിയിച്ചു. താൻ പെണ്ണാണെന്നുള്ള വിവരം അറിയിച്ചു, ഇങ്ങനെ കല്യാണം കഴിച്ച വിവരമൊക്കെ പറഞ്ഞു. അപ്പോ സ്ഥൂലകർണൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിനക്ക് എന്റെ പുരുഷത്വം നിനക്ക് തരാം, നിന്റെ സ്ത്രീത്വം എനിക്ക് തരിക. അത് കഴിഞ്ഞിട്ട് നീ ഭീഷ്മരുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന് എനിക്ക് എന്റെ പുരുഷത്വം തിരിച്ചു തരിക, ഞാൻ നിന്റെ സ്ത്രീത്വം തിരിച്ചു തരും. ഇത് കേട്ട് കുമാരി വളരെ സന്തുഷ്ടയായി. പെട്ടെന്ന് തന്നെ ആ യക്ഷൻ തന്റെ പുരുഷത്വം ശിഖണ്ഡിക്ക് കൊടുത്തു. അങ്ങനെ ശിഖണ്ഡി പുരുഷനായി തന്നെ തിരിച്ച് ദ്രുപദന്റെ കൊട്ടാരത്തിലേക്ക് എത്തി. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ. എല്ലാവർക്കും നന്ദി. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.